ഏറ്റുമാനൂരിലെ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ നാളെ കുറ്റപത്രം സമർപ്പിക്കും. ഷൈനിയുടെ ഭർത്താവ് നോബിയാണ് കേസിൽ ഏകപ്രതി. മുൻ കേസുകളിലെ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ഭർത്താവിൻ്റെ നിരന്തരമുള്ള പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്നും തലേദിവസം ചെയ്ത ഫോൺ കോൾ ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ ഷൈനിയുടെ മക്കളുടെയും ആത്മഹത്യാ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഏറ്റുമാനൂർ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പൂർത്തിയായതായി പോലീസ് പറയുന്നു. നാളെ ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നോബി മാത്രമാണ്, ഭർത്താവായ നോബി മാത്രമാണ് ഇതിൽ ഏക പ്രതി എന്ന് പറയുന്നു. ഈ നോബിയുടെ വീട്ടുകാർക്കെതിരെ, ഒപ്പം തന്നെ സഹോദരനായ വൈദികനെതിരെ, ബോബിക്കെതിരെ ഒക്കെ വലിയ ആരോപണങ്ങൾ ഉയർന്നൊരു കേസാണ്. ഒപ്പം തന്നെ ഷൈനിയുടെ കുടുംബത്തെ പോലും സംശയത്തിന്റെ നിഴലാക്കുന്ന പല ആരോപണങ്ങളും അയൽവാസികളുടെ ഭാഗത്തു നിന്നൊക്കെയും ഉണ്ടായിരുന്നു. അതായത് നോബി മാത്രമല്ല, ഈ സ്വന്തം കുടുംബത്തിലുണ്ടായ മാനസിക സമ്മർദ്ദവും ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നതാണ്. പക്ഷേ നിലവിൽ എന്തായാലും പോലീസിനെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്ന അത്തരം വിവരങ്ങൾ ഒന്നും തങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ്. ഈ നോബി തലേദിവസം വിളിച്ച് മാനസികമായി ഭീഷണിപ്പെടുത്തിയതും അടക്കമുള്ള കാര്യങ്ങൾ, പീഡിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇതിൽ വന്നിരിക്കുന്ന ഒരു കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ നോബിയുടെയും ഷൈനിയുടെയും ഒക്കെ ഫോൺ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധനാ ഫലം വന്നിട്ടില്ല. ഈ ഫോണുകളിൽ കൂടുതൽ തെളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് കാണുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു കേസിന്റെ അന്വേഷണം പല വഴിക്ക് നീങ്ങിയെങ്കിലും പല തെളിവുകൾ, ഇപ്പോൾ ഈ അയൽവാസികൾ അടക്കമുള്ളവർ പറഞ്ഞ പല തെളിവുകൾ ഉണ്ടെങ്കിലും നോബിയെ പ്രതിയാക്കിക്കൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായ നോബി ദിവസങ്ങളോളം ജയിലിൽ കടന്നിരുന്നു. പിന്നീട് ഹൈക്കോടതിയൊക്കെ ഇടപെട്ടുള്ള ജാമ്യത്തിലൂടെയാണ് നോബിക്ക് പുറത്തിറങ്ങാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. വളരെ ദാരുണമായൊരു സംഭവമായിരുന്നു ഉണ്ടായിരുന്നത്. വീടിന് സമീപത്തുള്ള റെയിൽപാളത്തിലാണ് ഷൈനിയെയും രണ്ട് പെൺമക്കളെയും മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഇവർ പുലർച്ചെ പള്ളിയിലേക്ക് പോകുന്നു എന്ന നിലയിൽ ഇറങ്ങിയ ശേഷം വീടിന് തൊട്ടടുത്തുള്ള റെയിൽപാളത്തിൽ ചാടി, ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അന്നത്തെ വിവരങ്ങളൊക്കെ പുറത്തു വന്നാൽ ഈ ലോക്കോ പൈലറ്റ് അടക്കമുള്ള അവർ ഇതിൻ്റെ വിവരങ്ങൾ, മൊഴിയൊക്കെ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഈ കേസിൽ പ്രധാനപ്പെട്ടതായി സാക്ഷിമൊഴികൾ അടക്കമുള്ള നിരവധി തെളിവുകളുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. എന്തായാലും കുറച്ച് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നത്. അതാണ് വളരെ പ്രധാനമായ ഒരു കേസാണ്. കേസിലാണ് ഇപ്പോൾ പോലീസിന്റെ കുറ്റപത്രം ഉണ്ടാവുന്നത്. നാളെ കുറ്റപത്രം കോടതിയിലെത്തും.